സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വിയേർഡ് റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ അടുത്തൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു മൂവിയുടെ പ്ലോട്ട് എന്തെന്നോ പടത്തിലെ നായകൻ ആരാന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. 2 മണിക്കൂർ സമയം കളയാൻ വേണ്ടി മാത്രം കയറി കണ്ട ഒരു പടമാണ്. പടത്തിന്റെ പേര് സംഭവം അധ്യായം 1 സോ പടം കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു പടം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ലായിരുന്നെങ്കിൽ വൺ നഷ്ടമായതിനെന്ന്. മാത്രമല്ല, ഇതൊരു ഷോർട്ട് ഫിലിമിനെ ഡെവലപ്പ് ചെയ്തെടുത്ത പടമാണ്. പക്ഷെ ഇത് കണ്ടാൽ പറയത്തില്ല ഒരു ഷോർട്ട് ഫിലിമിന്റെ പ്ലോട്ടാണ് അവർ ഇത്രയും സെറ്റപ്പ് ആക്കി എടുത്തത്. അമ്മാതിരി പടമായിരുന്നു. ഈ ഒരു പടത്തിനകത്തെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് കാണിക്കുന്നുണ്ട്. ആ ഫോറസ്റ്റിനകത്ത് മിക്കവരും മിസ്സാവുന്നുണ്ട്. ആ ഫോറസ്റ്റിലേക്ക് പോകുന്നവരെല്ലാം മിസ്സായി പോവാണ്. കാരണം അതിന്റെ ഒരു ലൂപ്പുണ്ട്. ലൂപ്പും ട്രെയിൻ ട്രാവലും എല്ലാം കൂടെ കൂടിയ ഒരു സംഭവമാണ് ആ ഒരു ഫോറസ്റ്റ് കാണിക്കുന്നത്. സോ ഇത്രയും പോരെ ഒരു പടം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ. സോ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഹോളിവുഡ് മൂവി കാണുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര രസമായിട്ടാണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത്. ആസിഫ് അലിയുടെ അനിയൻ ആണ് ഇതിൻ്റെ അകത്ത് മെയിൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് വന്നേക്കുന്നത്. എനിക്കൊരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴാണ് എനിക്ക് ആസിഫ് അലിയുടെ അനിയൻ എന്നുള്ള കാര്യം മനസ്സിലായി. പുള്ളി കിട്ടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ ഒരു പടം കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. OTT കൊണ്ട് കാണാൻ നിൽക്കാണ്ടിരിക്കുക. ഇതൊരു ജസ്റ്റ് ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് അവർ ഇറക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഇതിന്റെ എൻഡിങ്ങും കാര്യങ്ങളൊക്കെ.